പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇപ്പം മാമ്പഴത്തിൻ്റെ കാലമല്ലേ. ഇത് ഞാൻ തയ്യാറാക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. എങ്ങനെയാണ് ഈ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ നോക്കാം. പുളിശ്ശേരി തയ്യാറാക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലത്തെ ചെറിയ നാട്ടുമാങ്ങയാണ്. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം വലിയ മാങ്ങ ഉപയോഗിക്കാം. ഇതുപോലത്തെ 7 മാങ്ങ ഞാൻ ഇതുപോലെ തോല് കളഞ്ഞ് എടുക്കുന്നുണ്ട്. ഈ കറിയിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അല്ല നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര അവസാനം ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയല്ല, 1/4 ടീസ്പൂൺ ഉപ്പ്, 7 പച്ചമുളക് ഇതുപോലെ ചീന്തിയത്, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് സ്റ്റൗ ഓണാക്കി ഇത് അടച്ചു വെച്ച് മാങ്ങ നന്നായി വേവിച്ചെടുക്കാം. മാങ്ങ വെന്ത് വരുന്ന നേരം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഒരു മീഡിയം സൈസിലുള്ള 1 തേങ്ങാമുറി ചിരകിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1-1.5 കപ്പോളം വരും. അത്രയും ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. മാങ്ങ നന്നായി വെന്തിട്ടുണ്ട്. വെള്ളവും കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ആക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ഗ്ലാസ് തൈര് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അത് 2 തവണയായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ പുളി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ബാക്കിയും കൂടെ ഒഴിക്കാം. മീഡിയം പുളിയുള്ള തൈരാണ് ഈ കറിയിലേക്ക് ഉപയോഗിക്കേണ്ടത്. ഞാൻ 1/4 ഗ്ലാസ് തൈരും ഈ കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി സ്റ്റൗ ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. കറി തിളയ്ക്കരുത്. പത വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യണം. ഈ സമയത്ത് കറിയുടെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. കറി തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ മുകളിൽ പതയൊക്കെ വന്നു തുടങ്ങി. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് 1/2 മുതൽ 1 ടീസ്പൂൺ വരെ പഞ്ചസാര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കറിയിലേക്ക് കടുകൊക്കെ വറുത്ത് ചേർക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. സ്റ്റൗവിൻ്റെ തീ ലോ ഫ്ലെയിമിൽ വെക്കണം. ഉലുവ പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 3-4 ഉണക്കമുളക് കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു കളർ വരാനായിട്ടാണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഈ കടുക് പൊട്ടിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊപ്പം നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ.